ഹലോ ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറേബ്യൻ ഫുഡാണ്, മദ്ഹൂത്ത്. ഇതിലേക്ക് 1.5 കിലോ ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സവോള അരിഞ്ഞത്, ചെറുതാക്കി അരിഞ്ഞത്, 2 കായ് തക്കാളി, ഒരു കാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത്, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള തക്കാളി ജ്യൂസ്, 2 തക്കാളി ജ്യൂസ് അടിച്ചതുകൊണ്ട്, ആവശ്യത്തിനുള്ള 2 ചെറുനാരങ്ങ കറുത്ത, കുരുമുളക് 1.5 ടീസ്പൂൺ കുരുമുളക്, ഒരു 8 ഏലക്ക, കറുകാപ്പൂ, കറുകാപ്പട്ട, മാഗി കട്ട 4 അരി നമ്മൾ കഴുകി നല്ലോണം വൃത്തി, ഒരു 1.5 കിലോ അരി നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, ആവശ്യമായ ക്യാരറ്റ് മസാല, കുരുമുളക്, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പാൻ ചൂടായി, ഇതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പൂ ചേർക്കുക. വലൈക്കും അസ്സലാം. ഇനി സവോള ചെറുതാക്കി അരിഞ്ഞ സവോളയാണ്, ചെറുതാക്കി അരിഞ്ഞ സവോള, ഏലക്ക, പട്ട, ഗ്രാമ്പൂ, കുരുമുളക് ചേർത്തതിന് ശേഷം നന്നാക്കി ഇളക്കി കൊടുക്കുക. വാടി വരണം നന്നായി. ഉള്ളി സവോള ഏകദേശം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളി, 2 തക്കാളിയാണ്, തക്കാളി നന്നായി ഒന്ന് ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ് നന്നായി ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ചച്ചോയ ഒന്ന്, ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ പച്ചച്ചോയ ഒന്ന് മാറിയിട്ട് നമുക്ക് തക്കാളി ജ്യൂസ് അടിച്ചത് പാത്രം കൊടുക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു. തക്കാളി ജ്യൂസ് എടുത്തത് 2 തക്കാളിയാണ്, മിനിമം 4 തക്കാളി, 2 തക്കാളി കുറച്ചിട്ടത്, 2 തക്കാളി ജ്യൂസ് അടിച്ചത്. ഇതിലെ വെള്ളം ഒന്ന്, തക്കാളിയിലെ വെള്ളം ഒന്ന് വറ്റുന്നവരെ നമുക്ക് തടച്ചു. ഏകദേശം തക്കാളിയിലെ വെള്ളത്തിൽ വറ്റി തുടങ്ങി. ഇനി ഇതിലേക്ക് മാഗി കട്ട അതിട്ട് നന്നായി ഒന്ന് ഉടച്ച് മാഗി കട്ട ഇട്ടാൽ നല്ല ടേസ്റ്റിയാണ്. Show
പൊടി ചേർക്കാം. അറബിക് പൊടി ഇല്ലെങ്കിൽ നമ്മൾ സാധാ പൊടി ചേർക്കാം. കപ്സപ്പൊടി ചേർത്താൽ മതി. ഇതിലേക്ക് നമ്മൾ കപ്സപ്പൊടി ചേർത്തു. നന്നായി ഒന്ന് ഇളക്കി. വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കന് ചേർത്ത് കൊടുക്കുക. 1.5 കിലോന് ചിക്കനാണ്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ചും കൂടി ഉപ്പ് ചേർക്കണം. ചോറിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ഒന്ന് അടച്ച് ഒരു 5 മിനിറ്റ് മസാല ഇതിലേക്ക് കഴുകി വെച്ച് അരി ഇളക്കി കൊടുക്കുക. അടച്ചു വെച്ച് വേവിക്കുക. നമ്മളെ മധുപോത്തിൻ്റെ ഇനി അതിലേക്ക് കാപ്സിക്കം അരിഞ്ഞ് വെച്ചെടുക്കുക. കാപ്സിക്കം അരിഞ്ഞ് വെച്ചെടുത്ത് 5 മിനിറ്റ് കഴിഞ്ഞാൽ നന്നായി ഇളക്കി കൊടുക്കുക. നമ്മളെ മധുപോത്ത് ഓക്കെ ഉടഞ്ഞു പോകാൻ വേണ്ടിയാണ് കാപ്സിക്കം പെട്ടത്. ഇത് റെഡിയായതിനു ശേഷം എടുക്കാം. ഓക്കെ നമ്മുടെ മധുപോത്ത് റെഡിയായി. ഇനി നമ്മൾ